ഇവളൊരു പാവമാണെന്ന് സീനിയർ സ്റ്റുഡൻസിന് മനസ്സിലായി. അതാ കുഴപ്പം. എന്നാ ഈ മാടപ്രാവിനെ കഴുകന്മാരിൽ നിന്ന് ഞാൻ രക്ഷിച്ചോളാം. അമ്പിളിക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്. ആ, അപ്പം മാടപ്രാവാള് മോശമല്ല. എന്താ അമ്പിളി? ഒന്നുമില്ല. മോളെ, പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പഠിക്കണം. മോള് പഠിച്ച് വലിയ നിലയിലെത്തണം. അച്ഛനെന്താ ഇങ്ങോട്ട്? എന്താ എനിക്കിവിടെ വരാൻ പാടില്ലേ? എന്റെ മോളെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നു. അച്ഛാ, കുടിച്ചിട്ടിവിടെ? ഇപ്പൊ കുടിച്ചിട്ടില്ല, പക്ഷെ കുടിക്കണം. ഒരാളെ ഒന്ന് സൽക്കരിക്കാനുണ്ട്. ഞാനീ കഷ്ടപ്പെടുന്നതൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാടി. നിന്റെ കാശ് വല്ലതും ഉണ്ടോ? ഇല്ല. ഇല്ലേ? എന്തിനാടി സ്വന്തം അച്ഛനോട് കള്ളം പറയുന്നത്? അച്ഛാ, ഇത് ഹോസ്റ്റലാ. രാവുണ്ണിക്ക് എല്ലാം ഒരുപോലെ. കാശ് വല്ലതും ഉണ്ടെങ്കിൽ എടുക്കണേ, വെറുതെ എന്നെ വെറു പിടിപ്പിക്കാതെ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ആഹാ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോ? നിന്റെ കയ്യിലൊന്നും ഇല്ല അല്ലേ? അമ്മ പഠിപ്പിച്ചു തന്ന വിദ്യയായിരിക്കും. നീ ഒന്നും ഒരിക്കലും നന്നാവില്ലടി. രാവുണ്ണിയെ മണ്ടനാക്കാൻ നോക്കിയാവുണ്ടല്ലോ, അറിയാവല്ലോ തന്നെ. അത് ഞാൻ തരില്ല. അമ്മ അധ്വാനിച്ചുണ്ടാക്കിയ മാലയും കമ്മലുവാ. അത് വിറ്റ് അച്ഛൻ കള്ളു കുടിക്കണ്ട. മാറിപ്പോയി അവിടുന്ന്. അമ്മ കഷ്ടപ്പെട്ട ആ കുട്ടിയുടെ പേഴ്സ അതങ്ങ് കൊടുത്തേക്ക്. മനസ്സിലാ രവണിയേട്ടാ, വെറുതെ ഒച്ച വെച്ച് അമ്പിളിയെ നാറ്റിക്കരുത്. ആ കുട്ടി സമാധാനമായിട്ട് ഇവിടെ നിന്ന് പഠിച്ചോട്ടെ. നീ ആരടാ ചെത്തെ അവളെ പഠിപ്പിക്കാൻ? പഠിപ്പിക്കാനും വളർത്താനും ഒക്കെ രാവുണ്ണിക്കറിയാം. ഞാൻ അവളുടെ അച്ഛനാ. കേട്ടില്ലേ? ആ കുട്ടിയുടെ അച്ഛനാണെന്ന്. നിങ്ങൾക്കൊക്കെ അച്ഛന്മാരുണ്ടല്ലോ. സ്വന്തം മകളുടെ പേഴ്സ് തട്ടിപ്പറിക്കുന്ന അച്ഛനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. എന്നതാ കണ്ടോളൂ. കള്ളു കുടിക്കാൻ സ്വന്തം. ഞാൻ പറയണില്ല, അന്തസ്സില്ലാത്ത. ആ പേഴ്സ് കൊടുക്കണോ? വേണമെങ്കിൽ ഞാൻ ഇവിടെ ഇപ്പൊ വിളിച്ചോണ്ട് പോകും. കാണോ നിനക്ക്? കഴിയില്ല രാവണിയേട്ടാ. അപ്പൂട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. നിങ്ങൾ അവിടെ തൊടില്ല. നേരത്തെ എന്റെ മോടെ കാര്യം തീരുമാനിക്കുന്നത് നീയാണോടാ? ഇയാള് വലിയ ദാതയാണെന്ന് പറഞ്ഞിട്ട് കൊല്ലാണല്ലോ.